ഹലോ കൂട്ടുകാരി, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എന്താ മക്കളൊക്കെ സ്കൂളിലേക്ക് വിടുകയാണ് കേട്ടോ. സ്കൂളിൽ രാവിലെ കൊണ്ടുവിടണം. ഏട്ടൻ ഇന്ന് ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഏട്ടൻ്റെ തലയിൽ വെച്ച് കൊടുക്കായിരുന്നു. പക്ഷേ ഇന്ന് നടന്നില്ല. അപ്പോൾ രാവിലത്തെ ചോറ് കറി ഉപ്പേരിയൊക്കെ ആക്കി വെച്ചിട്ടാട്ടോ പോയത്. പിന്നെ വന്നിട്ട് പാത്രമൊക്കെ തേച്ച് കഴുകി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അലക്കിയിട്ടു. അപ്പോൾ ഏട്ടൻ ഇത് മരുന്നടിക്കാൻ പോയതാട്ടോ. പിന്നെ അടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഉച്ചവരെ അടിക്കാറുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസമുള്ള പണി 4 ദിവസത്തിന് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഒരു ലിറ്റർ കണക്കിനാണ് മരുന്നടിക്കുക. അപ്പോൾ ഇന്ന് വേറെണ്ണം വന്നിട്ടില്ല. വേറെണ്ണന് പകരം അഞ്ജുനെയാണ് കേട്ടോ കൂട്ടിയത്. പിന്നെ നമ്മുടെ സനു ഉണ്ട്. ഇപ്പോൾ സനു മരത്തിൻ്റെ പൊക്കത്തുണ്ട് കേട്ടോ. അവിടെ ഒന്നും കാണുന്നില്ല, വീഡിയോയിൽ കാണുന്നില്ല. ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ പോയതാണ്. അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോയപ്പോൾ അവർ ആ സമയത്ത് തിരിച്ചു വന്ന് അതൊക്കെ കഴിഞ്ഞു. ഇനി ഇത് റബ്ബർ തോട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെ റബ്ബർ തോട്ടത്തിൽ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ കാപ്പിത്തോട്ടത്തിൽ ഉണ്ട് കുറച്ച് അടയ്ക്കാൻ മരം കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് കാപ്പിത്തോട്ടത്തിൽ കൊണ്ടുവച്ചിട്ട് കഞ്ഞി കുടിക്കാൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ മരുന്ന് കലക്കുക കേട്ടോ, ഏട്ടനും സനുവൊക്കെ കൂടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നെല്ല് കൂടി ഉണക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഞ്ചു കൊണ്ടിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ ഇതാ ഉണക്കുന്നുണ്ട്. എനിക്ക് പിന്നെ പറമ്പിൽ വലിയ പണിയൊന്നുമില്ല. പിന്നെ നെല്ല് മുറ്റത്തുള്ളതുകൊണ്ട് നെല്ല് ഇടയ്ക്കിടയ്ക്ക് ഇളക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മുറ്റത്തിൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണിയൊക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് തേങ്ങേൻ്റെ ചകിരി കൊണ്ടിടാനുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് പിന്നെ തേങ്ങ വീണിട്ട് ഓടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ വീണ്, മഴ പെയ്യുമ്പോൾ വെള്ളം വീണ് പിന്നെ ചകിരിയൊക്കെ നനയുന്നുണ്ട്. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് മാറ്റണം. ഏട്ടനാണ് ഇപ്പോൾ ഒരു ടൈമും കിട്ടാറില്ല. ഓരോ ദിവസവും ഓരോ തിരക്കാണ് കേട്ടോ. പിന്നെ നമുക്കും മാറ്റാൻ എത്തൂല്ല. മുകളിലൊക്കെ എങ്ങനെയൊക്കെയോ കയറി പറ്റിട്ടോ. പിന്നെ ഇറങ്ങാൻ നേരത്ത് കഷ്ടപ്പെട്ടു. കാരണം പ്ലാസ്റ്റിക് ചാക്കാണ്, വഴുതി വീഴും. പിന്നെ എടുത്ത് ചാടാന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ പണി കേട്ടോ. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചിക്കി കൊടുക്കുകയും വേണം കേട്ടോ. സോറി, ഇളക്കി കൊടുക്കണം. അതങ്ങനെ പറഞ്ഞ് ശീലമായതുകൊണ്ടേ അങ്ങനെ വായിൽ വരുള്ളൂ. ക്ഷമിക്കട്ടോ. അധികമൊന്നും കൊണ്ടിടുന്നില്ല കേട്ടോ. 2 ചാക്ക്, ബാക്കിയുള്ളത് കുറേശ്ശെ എടുത്ത് ഇങ്ങനെ തീരുന്നതിനനുസരിച്ച് കൊണ്ടിടുകയുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നോൺ വെജ് ഒന്നും കഴിക്കാറില്ലേന്ന്. നോൺ വെജ് കഴിക്കാണ്ടൊന്നുമല്ല, ഞങ്ങൾക്കൊരു കറിയും ഉപ്പേരിയോ എന്തെങ്കിലും കിട്ടിയാൽ മതി കേട്ടോ. ചമ്മന്തി ആയാലും മതി. ഞങ്ങളുടെ ഭക്ഷണം അതൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ. ഇന്നിപ്പോൾ ചോറിനുണ്ടാക്കിയത് ചമ്മന്തിയും പിന്നെ മത്തങ്ങ കറി, പിന്നെ പപ്പടം ഒരു പവറിന് എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഞാനങ്ങനെ പപ്പടം കഴിക്കാറൊന്നുമില്ല. പിന്നെ ചമ്മന്തി ആകുമ്പോൾ ഇച്ചിരി പപ്പടം ഞാൻ എടുക്കാറുണ്ട്. തിന്നാലും നിന്ന് കയ്യിൽ വെക്കും. പിന്നെ പണിക്കാർക്ക് അവർ കഞ്ഞിയാട്ടോ കുടിച്ചത്. അവർക്ക് ഒരു നേരം മതി. അപ്പോൾ കഞ്ഞീൻ്റെ കൂടെ ചമ്മന്തിയും പിന്നെ ഉണക്കമീൻ വറുത്തത് കേട്ടോ. പിന്നെ അവർക്ക് എന്ത് കൊടുത്താലും കുറച്ച് കാന്താരി മുളകും കൂടി അരച്ച് കൊടുക്കണം. അതില്ലാണ്ട് അവർ ഭക്ഷണം കഴിക്കില്ല. അത്രയ്ക്കും മുന്നിൽ നിൽക്കുന്നത് കാന്താരി മുളക് അരച്ച ചമ്മന്തിയാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പം എന്തോ ഒരു മഴക്കാറൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം നെല്ലൊക്കെ ഒന്ന് വാരി വെക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ഉണങ്ങിയിട്ട് ഇനി മഴ നനഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് നെല്ലൊക്കെ വാരി വെക്കുകയാണ്. വൈകുന്നേരം മക്കളെ കൂട്ടാൻ ഏട്ടൻ പോയിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് ആ പണി എനിക്ക് കുറഞ്ഞ് കിട്ടി കേട്ടോ.
ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടേക്ക് ഓടേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് കുളി കഴിയണം. അവർ വന്നിട്ട് കുളിക്കാന്ന് വെച്ചാൽ ഒരു കാലത്ത് സമ്മതിക്കില്ല. ഞാനും വൈകി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ 7 മണി 8 മണിയാവും കേട്ടോ കുളിക്കാൻ. അതുകൊണ്ട് തന്നെ അവരെത്തുന്നതിന് മുന്നേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നിപ്പോൾ നടക്കുമെന്നൊന്നും അറിയില്ല, എന്തൊക്കെയാണോ സ്ഥിതി. അങ്ങനെ നെല്ലൊക്കെ വാരി വെച്ച് പിന്നെ ഷീറ്റൊക്കെ മടക്കി. ഇനി കുറച്ചുകൂടി പണിയുണ്ട് കേട്ടോ. മക്കൾ വരുമ്പോഴേക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദോശമാവും മൈദ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പാകത്തിന് വെള്ളവും ചേർത്തിട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയി. പിന്നെ മക്കൾ വന്നിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാൻ മോൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവളെ ഫോണും എടുത്തിട്ട് പോയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും